രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാൽ NIA കോടതിയിലേക്ക് പോയ ഒരു കാര്യത്തിൽ ഒരു കേസിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് രാജ്യത്തിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കേസ് ഒഴിവാക്കുന്നത് മാത്രമല്ലല്ലോ ശ്രീ ഉല്ലാസ് ബാബു, കേസ് എടുക്കുന്നതും ആ വഴിക്ക് തന്നെ ആകണമല്ലോ. വിശദീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇരുന്ന് പാട്ടുപാടുക എന്ന രീതി അവലംബിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി കാണാം. പിന്നെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ കാര്യത്തിൽ ഇത് വളരെ കൃത്യമാണ് മാധു, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെ സ്വാഭാവികമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ചെക്കിംഗ് നടക്കുന്ന സമയത്ത് ഞാനാണെങ്കിലും മാധു ആണെങ്കിലും ഹിന്ദു സന്യാസിമാരാണെങ്കിലും മുസ്ലിം പുരോഹിതരാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരാണെങ്കിലും അവിടെ എടുക്കേണ്ടതും നമ്മൾ കരുതേണ്ടതുമായിട്ടുള്ള പേപ്പറുകളുണ്ട്. അതെവിടെയാണെങ്കിലും അതിനകത്ത് അതില്ലാതെ വരുന്ന സമയത്ത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടാകും. അവിടെ അത് വിചാരിച്ചാൽ അവർ കുറ്റക്കാരാണെന്നല്ലല്ലോ, നിരപരാധിത്വം ഉണ്ട് എങ്കിൽ അത് തെളിയിച്ച് അവർ പുറത്തേക്കും വരും. അവിടെ കോൺഗ്രസിൻ്റെ അജണ്ടയാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഈ ബഹുമാനരായിട്ടുള്ള കന്യാസ്ത്രീകൾ പുറത്തു വരണമെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് താല്പര്യമില്ല. അവർ അതിനകത്ത് കിടക്കണമെന്നും അതിലൂടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കണമെന്നും വർഗീയവാദവും മതവും കുത്തിപ്പിറച്ചുകൊണ്ട് ഈ കേരളത്തിൽ രാഷ്ട്രീയ വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിലെ 32 MLA-മാരോ അവിടെയുള്ള MP-യോ ജ്യോത്സന മഹന്ത് എന്ന് പറയപ്പെടുന്ന MP-യോ അവിടുത്തെ രാജ്യസഭ MP-മാരോ ഒരാളും ഇതിനകത്ത് വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സമരത്തിനും അവരിറങ്ങിയിട്ടില്ല. എന്താ അവരിറങ്ങാത്ത? എന്തൊരു പത്രസമ്മേളനം വിളിക്കാത്ത? അവർ ചെയ്യില്ല. ഇവരുടെ പ്രിയങ്കയും ഇവരുടെ രാഹുലും ഈ 2021 സന്ദീപ് വാര്യർക്കും മറുപടി പറയണമെന്ന് പറഞ്ഞു. അങ്ങ് ദീർഘമായി അത് പറയുകയും ചെയ്തു, അത് ഞാൻ അനുവദിക്കുകയും ചെയ്തു. അതിന് മറുപടി അവർക്ക് പറയാം. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, ഈ NIA കോടതിയിലേക്ക് ഒരു കേസ് പോയാൽ അത് സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ തീരും എന്നാണോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പറയുന്നത് എന്നുള്ളത്? അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് ഉണ്ട് എങ്കിൽ ആ നിലപാടിനനുസരിച്ചായിരിക്കും കോടതികൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണോ? അങ്ങനെയല്ലല്ലോ മാധു. അങ്ങനെ ഞാൻ മാധുവിനോട് കൃത്യമായിട്ട് ചോദിച്ചോട്ടെ. അമിത്ഷാ എന്ന് പറയപ്പെടുന്ന ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തീരുമാനിച്ചാൽ NIA കോടതിയിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു എന്ന് മാധുവിന് ആ പറഞ്ഞ വാക്കുകളുടെ കൃത്യമായ അർത്ഥം മാധു മനസ്സിലാക്കിയിട്ടുണ്ടോ? മാധു അറിഞ്ഞിട്ടുണ്ടോ? NIA കോടതിയിലേക്ക് പോയത് തെറ്റാണ്. ഒരു കാര്യം ചെയ്യൂ, അല്ല ഇത് ഹൈക്കോടതിയിലേക്ക് പോകൂ, അതിനുശേഷം അവിടെ നിന്ന് വിചാരണ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഛത്തീസ്ഗഡ് സർക്കാർ അതിനെ എതിർക്കില്ല എന്ന് MP-മാരോട് കൃത്യമായി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്താ സമ്മേളനത്തിന് ശേഷം MP-മാർ വന്നു പറഞ്ഞത്. അതിനെ ഈ നേരം ഇത്രയുമായിട്ട് ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ PMO-യും ആഭ്യന്തരമന്ത്രിയും ഛത്തീസ്ഗഡ് മതി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡൽഹിയിലേക്ക് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി PMO-യും ആഭ്യന്തരമന്ത്രിയും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ തമ്മിൽ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ബഹുമാനനായിട്ടുള്ള BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ സഭാ നേതൃത്വത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായി ഉന്നതതല കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു ഇടപെടലുകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇടപെടലുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തി നിരപരാധിത്വമുണ്ട് എങ്കിൽ അതിനകത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. അതിൽ എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നത്? ഞങ്ങൾക്ക് തെറ്റ് തോന്നുന്നത് എന്നല്ല, ഇത് ഏത് വഴിക്കാണെങ്കിലും നീതി എന്നുള്ളത് തന്നെയാണ് ആവശ്യം. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാൽ NIA കോടതിയിലേക്ക് പോയ ഒരു കാര്യത്തിൽ ഒരു കേസിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് രാജ്യത്തിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കേസ് ഒഴിവാക്കുന്നത് മാത്രമല്ലല്ലോ ശ്രീ ഉല്ലാസ് ബാബു, കേസ് എടുക്കുന്നതും ആ വഴിക്ക് തന്നെ ആകണമല്ലോ. അത് കോമഡി പറയാണോ അതോ കോമഡി പറയുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാൾ വഴികൾ BJP-യുടെ മീറ്റിംഗ് അല്ല, മാതൃഭൂമി ന്യൂസിൽ എന്നിരുന്ന് ഈ നുണ പറയുന്നത് കൊണ്ട് മാധുവിന് വരുന്ന വാക്കുകളാണത്. മാധുവിൻ്റെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ അബദ്ധങ്ങളും നുണകളും തട്ടിപ്പുകളും മലീമസമായ വാക്കുകളെ കൊണ്ട് മതവർഗീയവാദവും വക്രീകരണവും നടത്തിക്കൊണ്ട് ഈ 4 ദിവസമായിട്ട് ഇപ്പൊ നടത്തുന്നുണ്ടല്ലോ. മറ്റുള്ളവരും കൂടി ചെയ്യുന്നത് എന്ന് വിചാരിക്കരുതേ. അവനവനും അവനവന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ചെയ്യുന്നത് മാത്രമാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് വിചാരിക്കല്ലേ. അപമാനിച്ചും അപഹസിച്ചും പരിഹസിച്ചും മാത്രമല്ല സംസാരിക്കേണ്ടത്. ഞാൻ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയെ അപഹസിച്ചോ അപമാനിച്ചോ നുണയും മാധുവിന്റെ വേർട്ടി
തട്ടിപ്പും മാധുവിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും മാധുവിന്റെ വർഗീയത വക്രീകരിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് വിത്ത് മറ്റേ കൊയ്യാൻ വേണ്ടി വിത്ത് വതയ്ക്കുന്ന രാഷ്ട്രീയമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അത് BJP-യുടെ നെഞ്ചത്തായിട്ട് കൊണ്ടുവരണ്ട കേട്ടോ. അവിടെ ഇവിടെ ഇരിക്കുന്ന കാവടി BJP കയറി ആടണം എന്ന് പറഞ്ഞാലേ നടക്കില്ല. ചെറിയൊരു കാര്യം, ആ കാര്യത്തിൽ നിയമപരമായിട്ട് കേസ് എടുക്കുന്നു. ആ കേസിനകത്ത് നിയമപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം, ആ തീരുമാനത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി കേരളത്തിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തെ കൈകലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടും വർഗീയവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരം തല്ലിക്കാൻ വേണ്ടിയിട്ടും ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യത്തെ നിയമപരമായി വിശദീകരിക്കാനുള്ള കഴിവില്ല എങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ മാലയ്ക്ക് മുത്തു കോർക്കുന്നത് പോലെ ഇങ്ങനെ എന്തൊക്കെയോ വാദാടോപങ്ങൾ നടന്നു പറയുന്നത്. വിശദീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇരുന്ന് പാട്ടുപാടുക എന്ന രീതി അവലംബിക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി കാണാം. ഞാനിതിനില്ല. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങ് ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്റെ പേരാണ്. ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് എന്റെ പേരാണ് എന്ന് അങ്ങ് ആലോചിക്കണം. അങ്ങേക്ക് നേരിടേണ്ടി വരുന്നത് ഒരു വിഷയത്തെയല്ല, ഒരാളെയാണ്. അങ്ങേക്ക് നേരിടേണ്ടി വരുന്നത് ഒരു ചോദ്യമല്ല, ഒരാളെയാണ്. അങ്ങനെ അങ്ങ് കുറച്ച് കാണുന്നതിലൂടെ എന്റെ പേര് അങ്ങ് 10 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോകുമെന്ന് വിചാരിക്കല്ലേ? എനിക്ക് മാധുവിനെ പേടിപ്പിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് ആ മാധുവിനെ പേടിപ്പിക്കുന്ന പണിയില്ല. ഞാൻ വേറെ ആരും പേടിപ്പിക്കാൻ പോണ പരിപാടി. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എടുത്ത ഒരു തീരുമാനം, പ്രതിനിധിയായിരുന്നു മാധു പറയുന്നത്. ഞാനൊരു വെറും മാധ്യമ പ്രവർത്തകയാണ്. ഒരു സ്ഥാപനത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നില്ല. ഞാൻ ഉറപ്പ് വരുത്തുന്നു. ഞാൻ മാതൃഭൂമിയിലെ ജീവനക്കാരിയാണ്. ഞാൻ മാതൃഭൂമിയിലെ ജേർണലിസ്റ്റാണ്. മാതൃഭൂമിയുടെ പ്രതിനിധീകരിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതല്ല. അങ്ങ് പക്ഷേ ഇവിടെ വന്ന് അങ്ങയുടെ പാർട്ടിയോട് ആ ചോദ്യത്തിന് ഉത്തരമാണ് പറയേണ്ടത്. അല്ലാതെ ആ ജേർണലിസ്റ്റിന്റെ പേര് ആവർത്തിച്ച് വലിയ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പറയൂ. ജേർണലിസ്റ്റ് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് തട്ടിപ്പ് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന സമയത്ത് എന്നുള്ള നാണംകെട്ട വർത്തമാനം ജേർണലിസ്റ്റേ നിങ്ങൾ പറയണ്ടേ? നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ മരണ നേരം ഞാൻ വല്ല കാക്കാന്റെ കല്ലെടുത്തെറിഞ്ഞ പോരെ മാധുവോ? അല്ല, അവനവൻ അറിയാവുന്ന പണി അവനവൻ ചെയ്യണം കേട്ടോ. അതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങേക്ക് കാക്കയെ കല്ലെടുത്തറിയാൻ തോന്നുന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനം ഇന്ന് വാതു നിർത്തണ്ടേ? കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാറ്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം മാതു നിർത്തണ്ടേ? അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കുന്നത് മാതു നിർത്തണ്ടേ? അനാവശ്യമായ വിഷയത്തെ എന്തിനാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ചെറിയൊരു വിഷയത്തെ ഈ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാധു വക്രീകരിക്കുന്ന എന്തിനാണ്? വർഗീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുന്ന പ്രവൃത്തി ചെറിയ വിഷയമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ കഴിഞ്ഞ 7 ദിവസമായി ജയിലിൽ കിടക്കുന്നത് കേരളത്തിലെ BJPക്ക്, കേരളത്തെ BJPയെ പ്രതികരിച്ച് ചർച്ചയ്ക്ക് വരുന്ന പാനലിസ്റ്റിന് വളരെ ചെറിയ വിഷയമാണ്. ഇത് കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതരും സാമുദായിക നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും കേൾക്കണം. ഇത് തീരെ ചെറിയൊരു വിഷയമാണ്. കേരളത്തിലെ 2 സന്യസ്തർ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് ബജ്രംഗ് ദളിന്റെ ഭീഷണിക്കും അവിടുത്തെ കേസിനും ഇരയായതും അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജയിലിൽ കഴിയുന്നത് വളരെ ചെറിയ ഒരു വിഷയമാണ്. എന്റെ പേര് മാധു എന്ന് തന്നെയാണ്. അതിന്റെ സ്പെല്ലിംഗ് വേണമെങ്കിൽ അങ്ങേക്ക് ആവർത്തിച്ച് പറയുകയും ചെയ്യാം. അത് വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരികയും ചെയ്യാം. പക്ഷെ അങ്ങ് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് അതിൽ ഒരു മാറ്റവും വരില്ല.